ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം തിരുവചനം. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ തൃത്വമാം ദൈവം നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുന്നു എന്ന നല്ല ഉത്തമ ബോധ്യം നമ്മിൽ നിറയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്ന യേശുവിൻ്റെ ഒരു വചനം. നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കുന്ന ദൈവകരം, യേശുവിൻ്റെ കൈകൾ. ആ കൈകൾ നമ്മുടെ തോളിൽ ഒരു കൂട്ടുകാരനെ പോലെ യേശു ഇട്ടിരിക്കുന്നു. നാം ഒരു കുഞ്ഞായിരുന്നപ്പോൾ നാം ആരുടെ കൈകളിൽ മുറുകെ പിടിച്ച് നടന്നുവോ ആ ദൈവകരം ഇന്ന് നമ്മെ സ്നേഹത്തോടെ പൊതിയുന്നു. ആ കൈകളിൽ അവൻ നമ്മെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിക്കുന്നു. ആ കൈകൾ കൊണ്ട് നാം പോലും അറിയാതെ നമ്മുടെ ഈറനണിഞ്ഞ കണ്ണുകളെ യേശു തഴുകുന്നു. നമ്മുടെ ചുടു കണ്ണുനീർ ആ ദൈവകരങ്ങളിൽ വീഴുമ്പോൾ ആ കൈകൾ നമ്മെ സ്വാന്തനിപ്പിക്കുന്നു. ആ തൃത്വമാം ഏക ദൈവത്തിൻ്റെ കൈകൾ സാക്ഷാൽ സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഇറങ്ങി വന്ന പുത്രനാം യേശു, ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുമ്പോൾ ആ ദൈവകരങ്ങൾ നമ്മിൽ നിന്നുമുള്ള ദുഷ്ടത, നമ്മുടെ നാം പോലും സീരിയസ് ആയി എടുക്കാത്ത ചെറിയ ചെറിയ പൈശാചിക പ്രവൃത്തികൾ, പാപങ്ങൾ, ഇതെല്ലാം നമ്മിൽ നിന്നും പുറത്താക്കി കളയുന്നു. അതെ, ദൈവത്തിൻ്റെ കൂടി ആവശ്യമാണ് ആ ദൈവം ഭരിക്കുന്ന ദൈവരാജ്യത്തിലെ ഒരു പ്രജയായ നാം എന്നും നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ ബലം സർവശക്തനായ വിശുദ്ധ ത്രിയേക ദൈവമാണെന്നുമുള്ള ബോധ്യം നമ്മിൽ നിറയ്ക്കുക എന്നുള്ളത്. യേശു തൻ്റെ സ്വന്തം മനുഷ്യശക്തിയാലല്ല, മറിച്ച് ദൈവത്തിൻ്റെ അധികാരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തിക്കുന്ന പോലെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഷ്ടശക്തികൾ തോൽക്കുന്നതിനും നമ്മിലുള്ള നമുക്ക് മാത്രമറിയുന്ന നെഗറ്റീവ് എനർജി, നിഷേധാത്മക ചിന്തകൾ, നിരാശാഭരിതമായ സമയങ്ങൾ, ഭയപ്പെടുത്തുന്ന, ചിലപ്പോൾ മനസ്സിനെ തളർത്തുന്ന തെറ്റായ ചിന്തകൾ, അവിശ്വാസത്തിൻ്റെ വിഷമുള്ള ആത്മീയമായി നമ്മെ ഇല്ലായ്മ ചെയ്യുന്ന ദുഷ്ചിന്തകൾ, മനസ്സിനെ കലുഷിതമാക്കുന്ന ആലോചനകൾ, അങ്ങനെ നമ്മെ കീഴ്പ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക ചിന്തകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ ശക്തമായ കരങ്ങളാണ് നമ്മുടെ തോളിലുള്ള യേശുവിൻ്റെ കരങ്ങൾ. ആ കരങ്ങളിൽ മുറുകെ പിടിക്കുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം നമ്മിൽ ആരംഭിക്കുന്നു. നാം ആയിരിക്കുന്ന ദൈവരാജ്യം വെറുമൊരു ആശയം മാത്രമല്ല, മറിച്ച് ജീവിതങ്ങളെ മാറ്റുന്ന ദൈവരാജ്യത്തിൻ്റെ സജീവ ഭരണം നമ്മിൽ നിറയുന്ന, ആ ഭരണത്തിന് കീഴിൽ സന്തോഷവും സമാധാനവും നമ്മിൽ നിറയ്ക്കുന്ന, നമ്മുടെ ആത്മാവിനെ പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന, ആ പ്രകാശം നമ്മിൽ നിന്നും സ്നേഹമായും കരുതലായും ഒഴുകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി നാം സ്വീകരിക്കുന്നിടത്ത് തുടങ്ങുന്ന നമ്മിലുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനം നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മിൽ തുടരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.